നോക്കൂ, ഇവിടെ 1 വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിനടക്കമുള്ള നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോകുന്നത്. അവിടെയും ഒരു കാര്യം കൂടിയുണ്ട്, ഈ കേന്ദ്രം സൃഷ്ടിച്ച വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടിയുണ്ട്. സന്തോഷ്, ഇന്ന് എങ്ങനെയാണ് ആ മുണ്ടക്കൈ, ചൂരൽമല ആ പ്രദേശങ്ങൾ അങ്ങനെയുള്ളത് ആ ദൃശ്യങ്ങളിൽ കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. തീർച്ചയായും ഞാനിപ്പോൾ ആദ്യത്തെ അതിൻ്റെ ഒരു കാര്യം നമ്മളൊന്ന് അന്നത്തെ സംഭവങ്ങൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഞാനുള്ളത് ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്താണ്. അതിൻ്റെ മാതൃകാ വീടുകൾ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാത്ത വിധത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഊരാളുങ്കലാണ് ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആദ്യ മാതൃകാ വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിമനോഹരമായ വീടുകൾ തന്നെയാണ് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടും കൂടിയുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ വീടിൻ്റെ നിർമ്മാണം, മാതൃകാ വീടിൻ്റെ നിർമ്മാണം ഏതാണ്ട് ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ മറ്റ് ഏറ്റവും അവസാന മിനുക്ക് പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ടൗൺഷിപ്പ് നിർമ്മാണവും അന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ പുനരധിവാസം എന്ന് പറയുന്നത് കുറച്ച് പണം നൽകി അവരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വിടുകയല്ല, അല്ലെങ്കിൽ വീട് നൽകാനായി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകിക്കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല ഈ ഇവരുടെ പുനരധിവാസം. അവർക്ക് നഷ്ടപ്പെട്ട, അവർ ഒരുമിച്ച് ജീവിച്ചതാണ്. ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒന്നായി ജീവിച്ചവരെ ഒരേ രീതിയിൽ ഒരു സ്ഥലത്ത് തന്നെ പുനരധിവസിപ്പിക്കുക എന്നുള്ള കാര്യമാണ് സർക്കാർ ഏറ്റെടുത്തത്. അതിനായാണ് സംസ്ഥാന സർക്കാർ ഈ മാതൃകാ ടൗൺഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കുന്നത്. അതിനായി മാതൃകാ ടൗൺഷിപ്പിന് വേണ്ടിയാണ് ഈ സ്ഥലം എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുന്ന ടൗൺഷിപ്പിൽ 410 വീടുകളിലായി 1662 ആളുകൾക്കാണ് തണലൊരുങ്ങുന്നത്. മാർച്ച് 27 ഈ ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നിർവഹിച്ചു. അതിനുശേഷം വളരെ വേഗത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ 6 മാസത്തിനകം തന്നെ ആദ്യ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 5 സോണുകളിലായി 410 വീടുകളാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. ആദ്യ സോണിൽ 140 വീടുകൾ, രണ്ടാം സോണിൽ 51 വീടുകൾ, മൂന്നാം സോണിൽ 55, നാലാം സോണിൽ 55, അഞ്ചാം സോണിൽ 113 എന്നിങ്ങനെയാണ് വീടുകൾ നിർമ്മിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ കഴിയും വിധം 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിൽ പണിയുന്ന കെട്ടിടമാണ്. ഭാവിയിൽ 2 നിലയിലേക്ക് ഉയർത്താൻ കഴിയുന്ന വിധമുള്ള അടിത്തറ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ഇതിൽ തന്നെ പ്രധാന കിടപ്പുമുറി, അതോടൊപ്പം തന്നെ 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിങ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക വീടുകളിൽ, മോഡേൺ വീടുകളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള മാതൃകാ വീടുകളാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ അത്യാധുനിക സൗകര്യങ്ങൾ തന്നെ ഈ വീടുകളിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. വീടുകളിൽ ഉള്ള സൗകര്യങ്ങൾ മാത്രമല്ല, ഈ ടൗൺഷിപ്പിൽ മറ്റ് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ, അങ്കണവാടികൾ, അതോടൊപ്പം തന്നെ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ, പൊതു മാർക്കറ്റുകൾ, കളിസ്ഥലങ്ങൾ, ഈ അവരുടെ ഈ അതിജീവനത്തിനായിട്ട് അവർക്ക് അവരുടെ തൊഴിൽ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു ജനതയെ ദുരന്തത്തിൻ്റെ ആഘാതവുമായി ജീവിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഇരകളായ, അതിൻ്റെ ആഘാതം പേറി ജീവിക്കുന്ന ഒരു ജനതയെ അവർക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ സാഹചര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ ഇന്നലെ രാത്രി വൈകിയും എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചെ എത്തിയത്. ഇന്നലെ രാത്രി എത്തിയ സമയത്തും ഇന്ന് രാവിലെ എത്തിയ സമയത്തും എല്ലാം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ടൗൺഷിപ്പ് പൂർത്തിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വളരെ അസൂയപ്പെടുത്തുന്ന വിധം, അല്ലെങ്കിൽ ഒരുപക്ഷെ ആരും അത്ഭുതപ്പെടുത്തുന്ന വിധമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊപ്പം തന്നെയാണ് ഈ വീട് മാത്രമല്ല, ഈ ദുരന്തത്തിന് ഇരയായവർക്ക് അവരുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി തന്നെ അവർക്ക് ജീവന ഉപാധി കൂടി ഒരുക്കേണ്ടതുണ്ട്. ആദ്യഘട്ടം മുതൽക്ക് തന്നെ സംസ്ഥാന സർക്കാർ ഈ ദുരന്തമുണ്ടായ ഉടനടി തന്നെ 13.21 കോടി രൂപ ദുരന്തത്തിൽ അകപ്പെട്ട ആദ്യ ധനസഹായമായി ഈ കുടുംബങ്ങൾക്ക് നൽകിയിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി ജീവനോപാധിയായും അവർക്ക് പല വിധത്തിലുള്ള സഹായങ്ങളായും മാസം നൽകുന്ന പണമായും എല്ലാം തന്നെയും വലിയ
രീതിയിൽ തന്നെയുള്ള ധനസഹായം ഈ കുടുംബങ്ങൾക്കെല്ലാം തന്നെ നൽകാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ രാജ്യം കണ്ട ഒരു ഏറ്റവും മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിൻ്റെയും പുനരധിവാസ പ്രവർത്തനത്തിൻ്റെയും മാതൃക കൂടിയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതിന് ശേഷം ഒട്ടും വൈകാതെ തന്നെ, അല്ലെങ്കിൽ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ സംസ്ഥാന സർക്കാർ അന്ന് നടത്തിയ ഇടപെടലുകളാണ് പിന്നീട് ഈ വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് സഹായകരമാവുകയും ചെയ്തിട്ടുള്ളത്. ഈ ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, അതിൻ്റെ ഒരു വർഷം പിന്നിടുമ്പോൾ തീർച്ചയായും ലോകം വളരെ അത്ഭുതത്തോടുകൂടി നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങളെ നോക്കി നിന്നിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്ന് ഈ 1-ാം വാർഷിക ദിനമായ ഇന്നും അന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം തന്നെയും ഇവിടേക്ക് എത്തുന്നുണ്ട്. കൈരളി ന്യൂസിൻ്റെ വാർത്താ സംഘവും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ലൈവ് തോണുമായി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എത്തിക്കുകയും അതോടൊപ്പം തന്നെ അന്ന് ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഓരോ സ്ഥലങ്ങളിലും പോയി വീണ്ടും ആ സ്ഥലത്തിൻ്റെ നിലവിലുള്ള സാഹചര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇന്ന് ഈ ലൈവത്തോൺ സംഘടിപ്പിക്കുന്നത്. അതിന് കൈരളിയുടെ വലിയ ഒരു വാർത്താ സംഘം തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡയറക്ടർ ശരത് ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വാർത്താ സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉച്ചവരെ കൈരളി ന്യൂസിലൂടെ കൈരളിയുടെ പ്രേക്ഷകർക്ക് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവും അതിൻ്റെ പഴയ ഓർമ്മകളും അതോടൊപ്പം തന്നെ അന്നത്തെ വൈകാരിക നിമിഷങ്ങളും ദുരന്തത്തിന് ഇരയായവർക്ക് ഒരു വർഷത്തിന് ശേഷം പറയാനുള്ള കാര്യങ്ങളും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം തന്നെയും കൈരളി ന്യൂസിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ അന്ന് ആദ്യഘട്ടം മുതൽ ഇവിടെ റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്ന മുഴുവൻ റിപ്പോർട്ടർമാരും ഇന്ന് കൈരളി ന്യൂസ് വാർത്താ സംഘത്തിൻ്റെ ഭാഗമായി ഈ ലൈവ് തോണിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും സന്തോഷം.